എല്ലാവരും ഈ ഹൊറർ ഫിലിം എന്ന് പറഞ്ഞ് ഇതിനെ ടേം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഫസ്റ്റ് എല്ലാവരും കണ്ടു പ്രതീക്ഷിക്കുന്നു. And we're getting excellent comments, excellent reviews, and entire cast and crew ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാം. Allow me to introduce all of them. Let me start with the man who rarely appears. നമ്മുടെ interviews ഒന്നും ഇതുവരെയായിട്ട് appear ചെയ്തില്ല. The captain of the ship. Let's hear it for our director, please. Mr. Sajeev. And then we have our producer, J.D. Singh. We have Rasool sir. And of course there is Kishore, there is Kalesh, Merin. At the back we have Aryan, we have Gargi, and we have Krishma, we have Revati, and of course we have Suraj. That's our editor. Revati is the beautiful woman, the flashback the gorgeous woman. She is Revati and our editor. So, please go on. We are here. The floor is open for you. So, let's start. And of course, naturally. I'll start here. Vipin. Ara Vipin. Vipin, start here. Nipin. Okay, Nipin, let's start with Nipin, please. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ കണ്ടിരുന്നു. വളരെ സിനിമയായിരുന്നു. ഇങ്ങനൊരു ജോണർ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പാരാനോർമൽ മ്യൂസിയം ജോണർ വരുന്നത്. അതിപ്പം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സൗണ്ട് എല്ലാം ഒപ്പത്തിനാവും. എത്ര നാളത്തെ എഫേർട്ടായിരുന്നു ഇങ്ങനെ ഒരു ജോണർ ചെയ്ത് ഇങ്ങനെ ഒരു എഫേർട്ട് ഇങ്ങനെ സിനിമ ചെയ്യാമെന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി 2011-10 കൺസീവ് ചെയ്ത ഒരു സബ്ജക്റ്റായിരുന്നു. അതിങ്ങനെ ഞാൻ സ്കൂളിലൂടെ ഡിസ്കസ് ചെയ്യായിരുന്നു. he was ready to produce at one point in time. പിന്നെ പാൻഡമിക് അങ്ങനെ സെറ്റായി. ആ സമയത്ത് JD, my dear friend, colleague, discussing it with him. He said, let's do this. He had the balls to come to the market with Tony and come and produce a film. And that was a movie like this. അങ്ങനെ അതിന്റെ കൺസെപ്ഷൻ തുടങ്ങി. ഓൾസോ കുറച്ച് എക്സ്പീരിയൻസസ് MTV ഗേൾസ് നൈറ്റ് നടന്നൊരു റിയാലിറ്റി ഹൊറർ റിയാലിറ്റി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റഡ് ഡയറക്ടർ. അപ്പോൾ അതിന്റെ സമയത്ത് കുറേ റിയൽ ലൈഫ് ഇൻഷുറൻസസ് ഉണ്ടായിരുന്നു ബിഹൈൻഡ് ദ സീൻസ്, പാരനോർമൽ എക്സ്പീരിയൻസസ്. അതെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് സാർ ഒരു ഡൗട്ട് തോന്നില്ല, എന്തുകൊണ്ടാണ് ഈ കൾച്ചർ ചൂസ് ചെയ്യാൻ കാരണം? തെയ്യം ഒരു ഹൊറർ മോഡിലേക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചർ ചൂസ് ചെയ്യാൻ കാരണമാണ്? ഫിലിം ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ ഒരു ക്വസ്റ്റൻ എന്ന് പറയാം. ഫിലിം ചെയ്യണമെങ്കിൽ ഒരിക്കലും എപ്പോഴും മലയാളത്തിൽ തന്നെ ചെയ്യണമെന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആൻഡ് ഇവിടുത്തെ കഥ ടു സെൻഡ് സ്റ്റോറീസ് ഫ്രം കേരള ടു ദ വേൾഡ്, അതായത് ദാറ്റ് വാസ് മൈ ഐഡിയ. അപ്പോൾ തെയ്യം നമ്മുടെ ഈ ആൻസിസ്റ്റർ വർഷിപ്പ് ആനിമിസം ഇതെല്ലാം തെയ്യം ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുള്ളി സെറ്റ്സ് ടുഗദർ. ദാറ്റ് ഈസ് ദ റീസൺ വൈ തെയ്യം എന്നാണ് യൂസ് ചെയ്തത്. നമസ്കാരം സാർ. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കേട്ടപ്പോൾ സൗണ്ടിന്റെ പ്രാധാന്യത്തോളം സാറിന് ഊഹിക്കാന്നുള്ളതായിരിക്കും. അപ്പം എത്രത്തോളം അതായത് മലയാളത്തിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് എന്റെ സിഗ്നേച്ചർ ആയിരിക്കാം എന്നുള്ള തന്നെയായിരുന്നു ഇങ്ങനൊരു പ്രോജക്റ്റ് വേണ്ടോ മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ സിഗ്നേച്ചർ സംഭവമൊന്നുമില്ല. ബേസിക്കലി നമ്മളൊരു ഈ ജോണറിൽ സിനിമ ചെയ്യുമ്പോൾ ഈ ശബ്ദമൊക്കെ ഒറ്റയ്ക്ക് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന പരിപാടി അത് വേണ്ട എന്ന് ഞാൻ ഒരു ബേസിക് ഡിസൈൻ കൺസെപ്റ്റിൽ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് I wanted to work in fear as an emotion. It's a long-standing emotion. It's not just one sporadic, one spike that you saw something and you get scared. അങ്ങനെയല്ലാതെ ഒരു long-standing emotion ആയിട്ട് നിൽക്കണം. അത് ഫിയർ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഫിയർ ഉണ്ട്. Parents are feared. They are scared about their children going astray.
നമ്മൾ കുട്ടികൾ ബൈക്കിൽ പോകുമ്പോൾ ഒറ്റ സംഭവിച്ചു ബൈക്കിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇറ്റ്സ് കോൺസ്റ്റന്റ്ലി ഇൻ അവർ psyche, fear as an emotion. അത് ഒരു സിനിമയിൽ നമ്മൾ കാണിക്കുന്ന ഒരു പ്രത്യേക സ്റ്റോറിയിൽ ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് സൗണ്ട് ഹാസ് എബിലിറ്റി ടു ബ്രിങ് പീപ്പിൾ ടോക്കിംഗ് സ്റ്റേക്ക് ഇൻസൈഡ് ദ ഫിലിം. I wanted to work a very ambisonic sound design so that people stay put, people stay with the film and yet feel, there is a sense of danger happening. We wish that the kids would have done something like that. It is the same feeling that a parent would feel when their young child, who has not got a license, takes bikes out of the house. I want the same feeling to come to the audience. It's kind of a, how can I connect the everyday reality of our living to a film of this genre and kind. That is the basic idea. That's how I work towards creating the soundscape. കിഷോർ സാർ, ഇതിനകത്ത് ഒരു പോർഷൻ ഉണ്ട്, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒരു മൾട്ടിപ്പിൾ പേഴ്സൺ ഒരു ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രീനിൽ അത് കാണുമ്പോൾ പ്രേക്ഷകർ നല്ലോണം ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് ഷിഫ്റ്റ് ആകുമ്പോൾ മുഖത്ത് മാത്രം വരുന്ന എക്സ്പ്രഷൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ മാറാനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു? Sorry, I'm just going to take 1 second. Ella, mobile on the silent mode, please. May I request you just put your phones on silent? Thank you. There's an effort there, but everything was written beforehand. Already when we write the searching that I'm saying that other years changes are more. So thanks to Sati and the process of when you do something challenging like this in a single shot, so and the ease of communicating from the director actually helps. That's how it helps. കാപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഇപ്പോൾ കിഷോർ സാറായാലും സാറായാലും അവരിലൊക്കെ എങ്ങനെ See, Rasool is I know him, we are family. You know him, he is my cousin. So and we are a family, so like I said, we are co-cousins. വടക്ക് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പാണ്. So he was always there to take advice, support for everything. But in terms of cast, ഇപ്പോൾ ആരെയും മനസ്സിൽ ഉദ്ദേശിച്ചതല്ല ഇത് ഞങ്ങൾ വെച്ചിട്ട് എഴുതി തുടങ്ങിയത്. ഞങ്ങൾ കഥാപാത്രങ്ങളുണ്ടായിരുന്നു മനസ്സിൽ. ഞങ്ങൾ അതിനുശേഷം അതിൻ്റെ ഫ്ലഷും ബോൺസും എല്ലാം വന്നതോടുകൂടി ഡിസ്കസിങ് who will we talk to. അങ്ങനെ ഇതിൻ്റെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ one day sitting with us suggested Kishore sir's name, and I really said everything was told in the story, and he said, I thought you will make me 2, 3, 4 rounds of narration. We have first one and we start shooting. And it was last week. Then everything was easy. All of them, one by one, everything fell in place from there. ഇത് കംപ്ലീറ്റ് ഒരു പരീക്ഷണ ചിത്രമാണ്. അപ്പോൾ ഇതിന്റെ ത്രെഡ് ഉണ്ടായിരുന്നു, ആദ്യത്തെ ത്രെഡ് ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് എക്സ്പെരിമെന്റൽ മൂവിയാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ത്രെഡ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ, ഫസ്റ്റ് തോട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ റിയാലിറ്റി ഷോ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം ഒരു റിയാലിറ്റി സംബടി ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ഓൾ ദ പീപ്പിൾ ആർ പ്ലേ ബൈ സംബടി അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് നോക്കിയാൽ ബിഗ് ബോസിന്റെ പീപ്പിൾ ആൾക്കാർക്ക് അഡിക്ഷൻ ഒക്കെ ഫീൽ ഓൾ ദോസ് തിങ്സ് ഒക്കെ കൺട്രോൾ ബൈ സംബടി. യു ക്യാൻ സീ എലമെന്റ്സ് ഓഫ് അതോറിറ്റേറിയനിസം ഇൻ ദീസ് തിങ്സ്. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നാണ് ആ റിയാലിറ്റി ഷോയുടെ കൺസെപ്റ്റ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് പാരനോമൽ സ്റ്റോറീസ് ചെയ്യാനും ഗോസ്റ്റ്ലി വിഷൻസ് ചെയ്യാനും വൺ ഓഫ് ദ ബെസ്റ്റ് മീഡിയംസ് ഇസ് ഹിഡൻ ക്യാമറ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് നമ്മൾ യൂട്യൂബിൽ പോയി നോക്കി കാണാൻ കഴിയും.
എന്താ പറയുക ഗോസ്റ്റ് ഫോട്ടോ ക്യാമറ സെക്യൂരിറ്റി ക്യാമറയിലുള്ള ഗോസ്റ്റ് ഇമേജസ്. അപ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ കിടക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു നെഗറ്റീവ് എത്തിയത്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ MTV ഗേൾസ് ഒരു ഹൊറർ റിയാലിറ്റി സീരീസ് ചെയ്യുന്ന സമയത്ത് ഇതേ ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് യൂസ് ചെയ്തത്. സോ ഐ ഹാഡ് സക്സസ്ഫുള്ളി attempted it and it was successful then. So it was very easy for me to adapt it to this format. Then everything just took off from there. On air bird. Next. ഇതിനകത്ത് കുറച്ച് മറ്റേ വീടുള്ള ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് അത് മറ്റേ ഗോപ്രോ അങ്ങനത്തെ ക്യാമറ യൂസ് ചെയ്തല്ലേ? അതെ, ആ റീൽസിന് വേണ്ടി ഗോപ്രോസ് തന്നെയാണ് യൂസ് ചെയ്തത്. അതല്ല, എല്ലാം റീൽസിന് വേണ്ടി അത് തന്നെയാണ് യൂസ് ചെയ്തത്. നമ്മളിത് അറിഞ്ഞില്ല കേട്ടോ, ഗോപ്രോ ആർട്ടിസ്റ്റ്മാരും അറിഞ്ഞില്ല. ഇല്ല, ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ആകെ കിട്ടിയത് നമുക്ക് ആക്ച്വലി സാറ് പറ്റിച്ചു. നമ്മളോട് പറഞ്ഞില്ല ഇതിനകത്ത് ഗോപ്രോ ഉണ്ട്. ഈ ടോൾഡ് ക്യാമറ ആണ്, പക്ഷെ വി ഡോണ്ട് നോ ലൈക്ക് ഇറ്റ് ഇസ് ആക്ച്വലി ലൈക്ക് യു നോ ഷൂട്ടിംഗ് വെൻ ഇറ്റ്സ് ഓൺ. ബേസിക്കലി നമ്മൾ അവിടെ ക്യാമറ ഉണ്ട് നമ്മൾ അറിയില്ല. നമ്മൾ ഷൂട്ട് ചെയ്തു ഫസ്റ്റ്. ആക്ച്വലി നമ്മൾ റിഹേഴ്സൽ, ആ റിഹേഴ്സലായിരുന്നു ആക്ച്വലി ഷോട്ട് ഓൺ. അപ്പൊ നമ്മൾ ഏത് ഷോട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല. അപ്പൊ ഗോപ്രോ, ജംഗിൾ, ലൈറ്റ് ഇതെല്ലാം ഒരു എനിക്ക് വേണ്ടി ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. ബാക്കി കാണിച്ചു എനിക്ക് അറിയില്ല. അപ്പോൾ അതൊരു other directors plus another DOP Keiko Nakara, ഒരു ജാപ്പനീസ്, ഷീ ഹാഡ് വാലിഡ് ഇൻപുട്സ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ ഗോപ്രോ യൂസ് ചെയ്ത് സജസ്റ്റ് ചെയ്തപ്പോൾ ടെക്നിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി ഗോപ്രോയുടെ ലേറ്റസ്റ്റ് സൊല്യൂഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ. സോ അത് എളുപ്പമായി. മലയാളത്തിൽ ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണോ, അങ്ങനെയാണോ ക്യാരക്ടേഴ്സ് എനിക്ക് ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് മതി എന്നുള്ളതുകൊണ്ടാണോ മലയാളത്തിൽ കുറച്ചുകൂടി ചിത്രം മാത്രമുള്ളത്? എനിക്ക് ഒരിക്കലും അതേ സെയിം ക്യാരക്ടറിനെ റിപ്പീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഐ പ്രിഫർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റൈൽസ്. അതായത് ട്രെയിനിൽ പാടി നടക്കുക, അല്ലെങ്കിൽ സൂപ്പർ മോഡലാവാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോർമലായ ഒരു പെൺകുട്ടിയാവാം. സോ ഐ എൻജോയ്, അതൊരു എക്സ്പ്ലോറേഷൻ ഞാൻ അധികം എൻജോയ് ചെയ്യുന്നതാണ്. കിസ്മത്തൊക്കെ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ 2-3 ക്യാരക്ടേഴ്സ് എനിക്ക് ഓഫർ ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുമാരി എന്നൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പിന്നെ അതിനുശേഷം വടക്കൻ കേട്ടി. അപ്പോൾ ഐ പ്രിഫർ, അതാണ് ഒരു രസം, ഒരു എൻജോയ് ചെയ്തൊരു വേറൊരു ക്യാരക്ടറായി മാറുന്നത്. ഐ ലൈക്ക് ദ പ്രോസസ്. അപ്പോൾ യെസ്, ഞാൻ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത്രയും ഓഫേഴ്സ് വരണ്ടേ, കുറച്ച് ഓഫേഴ്സ് വരും, അതൊന്നും ഞാൻ സെലക്ട് ചെയ്യും. സോ യാ. ശ്രുതിയും കിഷോർ സാറുമുള്ള ഒരു പ്രൈം സീൻ, എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് തുടങ്ങുന്ന ഒരു സീനുണ്ട്. കോറിഡോറിൽ നടന്നിട്ടുള്ള സീൻ. അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള റൈറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും ഇവർ കൊടുത്തിട്ടുള്ള ആക്ടേഴ്സ് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആയാലും സാറിന്റെ സൗണ്ടിങ്, ആ എഫേർട്ട് ഏതെങ്കിലും ഒരു ഏരിയ പാളിയിരുന്നെങ്കിലും കംപ്ലീറ്റ്ലി അതിൻ്റെ എസ്തെറ്റിക് വാല്യൂ മാറിപ്പോയത്. വേറെ രീതിയിൽ ആൾക്കാരെടുത്ത് പക്ഷെ എല്ലാം റൈറ്റ് ടൈം റൈറ്റ് പോയിന്റിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല. അതിൻ്റെ അടുത്ത എഫേർട്ടിനെ കുറിച്ച് പറയും. അത് ഈ സൂപ്പർ നാച്ചുറൽ പോസസീവ് എങ്ങനെ സൗണ്ട് ചേഞ്ച് ചെയ്യും, അതെങ്ങനെ നമുക്കത് ഒരു നാച്ചുറൽ ഇതാക്കാം. അത് ഞാൻ കുറച്ച് AI ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ AI പ്ലഗിൻസ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് അത് വോക്കൽ ക്രിയേറ്റ് ചെയ്തത്. യു ഫീൽ എ മാൻ ഇൻസൈഡ് a woman, you know, so that it sort of justifies the story. I wanted that ഒറ്റയടി കേൾക്കുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ലെയേഴ്സ് അതിനകത്തുള്ളതാണ്. There are various layers of sounds that I have put together, including animals. Plus, just the vocal processing is done through an AI-based platform. So it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very selective, you know. So
So as per the expression keeps changing, I have to draw lines to create, ആ സീനിൻ്റെ എസെൻസ് പോകാതെ എന്നാൽ നമുക്ക് സൗണ്ടിലേക്ക് ഭയങ്കര ഓവർ ആകാതെ ആ എസെൻസ് പോകാതെ നിലനിർത്തുക. ഓരോ മൊമെന്റിലും ഓരോരോ എലിമെന്റ്സ് ആയിട്ട് കാണിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ ആദവും Adam and Eve, our concept, suddenly the snake comes in. In certain sections, I made her feel like palm in the sea garden. You make the voice sounds like that. So it's been, it's very carefully crafted like that. That's probably that scene comes across very, it's in the right note. Actually, എല്ലാവരും ഒരുമിച്ച് on set. This was sort of caused all this after the shooting. Shooting സമയത്ത് സജീവ് സർ, കേക്കോ മാം, കിഷോർ, ഉണ്ണിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് സജീവ് സർ എന്നോട് പറഞ്ഞു ബിക്കോസ് ഐ വാസ് ക്യാരിയിങ് ദാറ്റ് സ്റ്റാർട്ടിങ് വിറ്റ് അങ്ങനെ മേഘ പ്രോസസ്സായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സജീവ് സർ said that, Shruti, you tell me, നിങ്ങൾ പറയൂ ഇതാണ് പോയിട്രി, ഇതാണ് ഇതിന്റെ അർത്ഥം, ഇതാണ് സ്കീം, നമുക്ക് ഇത് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. സോ ഹി ഹാഡ് സം സജഷൻസ്. കേക്കോ മാം പറഞ്ഞു, ഓക്കെ ശ്രുതി എങ്ങനെയാണ് ഇപ്പോൾ ഇത് വാക്ക് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ലൈറ്റ്, ഇതാണ് കോറിഡോർ, ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ, ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കെയർഫുള്ളി കൊറിയോഗ്രാഫ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആണ് പറഞ്ഞത്, എല്ലാതും ഓൺ പോയിന്റ് ആണ്. എന്നുവെച്ചാൽ ആ ലൈറ്റിംഗ് ഓൾസോ മേഘയുടെ മനസ്സിൽ നടക്കുന്ന ചില ഫീലിങ്സ്, ചില മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു. ഇഫ് യു സീ ഹി ഈസ് റിയാക്ടിങ് ഓൾസോ ടു മേഘയെ കാണാൻ പറ്റും, പക്ഷെ മേഘയുടെ ഈ മനസ്സിൽ മാറിയ വേറൊരു വേഷം കാണാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ലീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഗോൺ ടു എ ഡിഫറെന്റ് ടാൻജന്റ് ആൻഡ് വി വർ വെരി കെയർഫുൾ. അതായത് എത്രയും ഡെലിക്കേറ്റ് ആയൊരു പോയിന്റ് ആണ് പടത്തില്. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ എസ്തെറ്റിക് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് വി thoroughly rehearsed it, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എടുത്തത് ഷോട്ട്. And you can see the final product of sir post level work. It was wonderful. Hello. Yes. ഫ്ലാഷ്ബാക്ക് സ്റ്റോറിക്ക് എന്തെങ്കിലും എവിടെന്നാ കണ്ടെത്തി അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ, ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റോറീസ് ഇറ്റ്സ് ലൈക്ക് എ മാരേജ് ഓഫ് മൾട്ടിപ്പിൾ തിങ്സ്. സോ ഈ പാരനോർമൽ സംഭവം ഞാൻ 10 വർഷം മുന്നേ സീരീസ് ചെയ്തുകൊണ്ട സമയത്ത് ഈ സ്റ്റോറിയുടെ മൈത്തോളജിനകത്ത് വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക് ഇറ്റ് വാസ് എ വെരി നൈസ് ബ്ലെൻഡിങ്. ഇറ്റ് ഹാപ്പൻ നാച്ചുറലി. ഡയറക്ടർ സർ, ഒരു പാൻ ഇന്ത്യൻ കണ്ടന്റ് ആണല്ലോ, അപ്പം മറ്റ് ഭാഷകളിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് ഒക്കെ? മറ്റു ഭാഷകളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കറന്റ് മറ്റു ഭാഷകളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി തരുന്നത്. ഗ്രീഷ്മ സിനിമയിലേക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ആക്ച്വലി ഞാൻ എൻ്റെ ഓഡിഷൻസ് കണ്ടായിരുന്നു. അന്നേരം ശ്രീവചേട്ടനായിരുന്നു ഇതിൻ്റെ ഓഡിഷൻസിനെ പറ്റി പറഞ്ഞത്. അന്നേരം അത് കിട്ടിയപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്തു. അന്നേരം ഞാൻ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ അന്നേരം ശ്രീവചേട്ടൻ നമുക്ക് ഓഡിഷൻ ചെയ്തു, വീഡിയോ എടുത്തു. തന്നെ ഞാൻ സജിത് സാറിനെ ആക്ച്വലി കാണാൻ പോയായിരുന്നു. ആൻഡ് ഹി ടോൾഡ് മീ ദ ഹോൾ സ്റ്റോറി. And the next morning I woke up and traveled in it and then selected I actually, and I was just really grateful. I still remember traveling and yes, I actually the guy because ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഫിലിമിൽ അഭിനയിക്കാനും പാട്ട് പാടാനും. And thankfully, thanks to everyone, I was able to make that happen. And I had the privilege to work with Rasool sir, Sajid sir, Kishore sir, Shruti ma'am, and JD sir, and Nia sir, Vijwa, Kiko Nagahara, everyone, Aryan, Gargi, actually everyone. They were teaching Medan Miracle, like, and out of the movie, and actually, out of boy played, it felt like home. And yeah, thank you for everything. Thank you.
ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് ഇപ്പോൾ മലയാളം അല്ല തെലുങ്കിലെ ഹോളിവുഡ് ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പം മറ്റ് ഇൻഡസ്ട്രീസിൽ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളെല്ലാം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർ മലയാളം ഇൻഡസ്ട്രിയാണ് റെഫർ ചെയ്യുന്നത് പറയാറുണ്ട്. ബട്ട് കളക്ഷൻ റെക്കോർഡുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മറ്റ് ഇൻഡസ്ട്രിയിലാണ് മുമ്പിൽ നിൽക്കുന്നത്, മലയാളം പുറകിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ടെക്നീഷ്യൻ എന്ന ലെവലിൽ ഒരു അഭിപ്രായം പറയാനുള്ളത്? അങ്ങനെയല്ല. കളക്ഷനിൽ ലാസ്റ്റ് ഇയർ if you take a record, Malayalam cinema has done outstandingly well. അപ്പോൾ നമ്മൾ കേരളത്തിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ലുക്ക് ബാക്ക്, കേരളം and Malayalam cinema is the most dynamic film industry today. Like I remember somebody asked Jerry, why has he made a film like, why did he, as a Bombay production house, only എന്തിനാ നാട്ടിൽ വന്ന് ഒരു മലയാളം സിനിമ ചെയ്തു? The answer to that was very, very interesting. He said, I see the best of technicians working in Bombay Indian cinema are Malayalis, most of them. And world standard content is coming from Malayalam cinema. So I want to do a film. I want to make a film. This is the best way to make a film. As Malayalis, our collective responsibility is that when somebody like him, കേരളത്തിന് പുറത്ത് ഇവിടെ വന്ന് നമ്മുടെ ലാംഗ്വേജ് സിനിമ എടുക്കുമ്പോൾ become our collective responsibility to make that film a success. And I think to make Varakan a success is our collective responsibility. മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് ഇനിയും എങ്ങനെയുണ്ട്, ഇവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ ഇനിയും ഒരു മലയാള സിനിമ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, മലയാളത്തിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ? I think my experience has been fantastic. And like what Rosito said, the best part was the professionalism and the quality of work which came out of it, and that you all see. And at Opry Studios, our vision when we started off, this is our debut film on the studio side, was that we want to make a film which can travel the globe. And this film has traveled the globe, has won awards across all big continents. That we were able to achieve there. My next projects, I think this was also a sizable project in terms of the budget which was allocated on the film. We are looking forward to crossing 100 crore barrier, if I were to say that. We are ready to make more films here. We want to make bigger films here. I think, like what Rasul said, I think audience will love Varakan. The Varakan 2 will come, and that will be a bigger, grander one. And there will be more to come. That's what we are thinking at the studio end. JD has bigger plans. JD has bigger plans for Malayalam cinema. He is coming in a big way. This is the beginning. JD said, please encourage him. Go buy tickets. Please watch the tickets. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയിലെ അനുഭവങ്ങളൊക്കെ? വിശദമായ ചോദ്യം. അല്ല, ഇതിന്റെ മാക്സിമം ഷൂട്ട് രാത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നേരത്തെ ആരും പറഞ്ഞ പോലെ നമുക്ക് തന്നിരുന്ന ടോർച്ചിലെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം. നമ്മൾ ടോർച്ച് കൊണ്ടുവന്ന സ്ഥലത്തൊക്കെ ക്യാമറ ആക്ച്വലി അതെല്ലാം കാണുന്നുണ്ട്. നമ്മളൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കു നൻഹാര, നമ്മുടെ DOP പുള്ളിക്കാരി പറയും നമ്മൾ താഴെ വീഴുമ്പോഴും ഈ ടോർച്ച് ലൈറ്റ് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തിരിച്ചു വെക്കണം, എന്നാലേ ക്യാമറയിൽ നമ്മൾ താഴെ വീഴുന്നത് പതിയത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആസ് എൻ ആക്ടർ നമ്മൾ ക്യാമറമാനായിട്ടും കൂടി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ രാത്രി ഷൂട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. കാരണം എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് പോലും നമുക്കറിയില്ല. ചില മരത്തിന്റെ മുകളിലും പിന്നെ വേറെ ഏതൊക്കെയോ കോർണറിലൊക്കെയാണ് കിണറിലൊക്കെയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഒരു ക്യാമറയ്ക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. യു ആർ റിയാക്ടിങ് ടു എ ക്യാമറ, യു വോണ്ട് ടു ബി ക്യാമറ ഫേവറിങ്, അതൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അത് റിയാക്ട് ചെയ്തോളൂ, ഞങ്ങൾ പിടിച്ചോളാം എവിടെന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ്. രാത്രി ഷൂട്ടിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഈ സെൽവയും അതേപോലെ തന്നെ ഇന്ദ്രധനുഷിനെ എത്രത്തോളം വ്യത്യസ്തമാണ് ഈ നാരായണൻ?
നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, സെൽവയെ പോലെയല്ല, ഇന്ദ്രധനുഷിനെ പോലെയും അല്ല. നാരായണൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നാരായണൻ എന്താ പറയുക, ഒരു ഈ ആവശ്യമില്ലാതെ തന്നേടിയാണെന്ന് കാണിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള അത്യാവശ്യം കോഴിയായ കണ്ടാരെ കൊടുക്കണം തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത്രയും വെറുപ്പിക്കലാണ് നാരായണൻ. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. സെൽവയെ പോലെ കണ്ടാൽ അയ്യോ എന്ത് നല്ല മനുഷ്യല്ലേ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഒരു നടനെന്ന നിലയിൽ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടർ കിട്ടുമ്പോഴേ നമുക്കത് ആ ഒരു അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടണം. അതിന് സജിതിക്കാണ് താങ്ക്സ് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അല്ലാതെ നമ്മൾ ടൈം കാസ്റ്റ് ആയി പോയി എല്ലാ ക്യാരക്ടറും സെൽവയെ പോലെ എല്ലാ ക്യാരക്ടറും നന്മപരമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് താങ്ക്സ്. Guys, unfortunately, Rasul sir and Kishore sir ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ അവർക്ക് ലേറ്റ് ആവാണ്. They have to catch a flight. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് them and then we continue. റസൂൽ സാർ, അടുത്ത ഡയറക്ടോറിയൽ പ്രോജക്റ്റ് മലയാളത്തിലുണ്ടോ? അടുത്ത ഡയറക്ടോറിയൽ പ്രോജക്റ്റ് something is in pipeline. സാറിന് ഏറ്റവും കൂടുതൽ ഹൈ തന്ന മൊമെന്റ്സ് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ഹൈ തന്ന ഒരു മൊമെന്റ് ഏതായിരുന്നു? Nice moment. I think for me it is the last 5 minutes of the film, because it's also you don't generally find in a movie like this, any thrillers or any kind of film that borders between a thriller and a ghost story. You don't get to explore, someone is going through redemption in his life. So that part of the film, to me, is my personal favorite. So the last 5 minutes is really, really nice, and goes into the water. Actually, the whole how the film began, the whole painting comes back, and story of the afterlife and everything. It's for me, watch that film was the name of the watch also. But so many things that are very I don't want to take the name, but very Nolan-esque in that sense. Some typo errors are gone very quickly. I'm not there. Any questions for Vidya? Questions? No. Yeah. Kishore sir, dual character അല്ലേ? Acha sir, ഒരു group photo എല്ലാവരും എടുത്തോളൂ before you leave. അവിടെ നിന്നാ Abhi gone. ഇതിനകത്തേക്ക് നോക്കൂ. ഓക്കെ. Take care. Camera And then we continue ചെയ്യാം. All right. We have next question. പൊതുവെ ഈ ഹൊറർ ഫിലിംസ് നമുക്ക് കാണാൻ പേടിയുള്ളതാണല്ലോ. അപ്പൊ ഇതിൽ അഭിനയിച്ചതിന് ശേഷം ഈ ഹൊറർ ഫിലിംസ് ഒക്കെ വീണ്ടും കാണാനായിട്ട് പേടി മാറിയോ അതോ
ഇന്നാണ് ഇപ്പോഴത്തെ സ്റ്റേജ്? പേടിയൊക്കെ നമുക്ക് പ്രായത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ് നല്ല പേടിയത്. പിന്നെ ഒരു കാര്യം ഈ സിനിമ ഒരു ഹൊറർ ഫിലിം, ഒരു സാധാരണ ഗതിയിലുള്ള ഒരു ഹൊറർ ഫിലിമായിട്ട് നിങ്ങൾ കാണാൻ മീഡിയയോടുള്ള റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ ഹൊറർ ഫിലിം എന്ന് പറഞ്ഞ് ഇതിനെ ടേം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ടിപ്പിക്കൽ എന്താ പറയണ്ടേ, ഒരു കോൺചൂറിംഗ് പോലെയോ പഴയ ലിവിംഗ് ഡെഡ് പോലെയോ ഒക്കെ ഉള്ള ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ജംപ് സ്കാർസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന, അങ്ങനെ തിയേറ്ററിൽ വരുന്ന ഒരു സിനിമയാണ്. ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് നമ്മൾ വീണ്ടും പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതൊരു പുതിയ ജോണർ ആണ്. ആ ജോണറയിലുള്ള സിനിമകൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ ഹൊറർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ നമ്മൾ അതിന് ട്രെയിൻ ആവേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ സിനിമകൾ കുറെ വേൾഡ് സിനിമയില് കുറെ സിനിമകൾ നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക തെറ്റായിട്ട് അതിനെ ഹൊറർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇതൊരു പുതിയ ജോണറാണ്. ആ ജോണറിൽ ഒരു ആദ്യത്തെ സംരംഭമായിട്ടാണ് ഈ സിനിമ അടക്കം നിങ്ങൾ കാണുന്നത്. ഓക്കെ, ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു സമയം പറഞ്ഞാൽ അയ്യോഭാവം പിടിച്ച കഥാപാത്രങ്ങളായിരുന്നു. പിന്നെ വില്ലനിലോട്ട് പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് എമ്പുരാനിലുണ്ടെന്ന് കേൾക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയാതെ ഇപ്പൊ തൽക്കാലം ഞാൻ ഒന്നുമില്ല. പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അത് ഒരു കോമഡി ഡ്രാമ. നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ മറ്റേ ഈ നന്മമരം കളിച്ചു, പിന്നീട് വില്ലൻ കളിച്ചു, ഇപ്പൊ നെക്സ്റ്റ് ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഡ്രാമയാണ്. അത് ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ചേച്ചിയും ഞാനുമാണ് ത്രൂ ഔട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു അവസരത്തിലായിരുന്നു നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഒരു അഭിമുഖത്തിൽ കേട്ടത് മാർക്കോ പോലുള്ള വയലൻസ് ഉള്ള ചിത്രങ്ങൾ പോലും കാണാനായിട്ട് പേടിയാണ്, കാണാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പം ഇതേപോലത്തെ ഒരു ഹൊറർ ചിത്രം വരുമ്പോൾ സമയത്തും ഇപ്പൊ നമുക്ക് ഹൊറർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരാനോർമൽ എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഓടുമല്ലോ, കുറച്ചുകൂടെ വയലൻസ് ഉള്ള അങ്ങനത്തെ ഇതൊക്കെ. എങ്ങനെ അത് മൈൻഡിലുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ? അങ്ങനത്തെ എന്തെങ്കിലും വരുമോ എന്നത് ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. വേറെ ഈ ഉപദ്രവിക്കാൻ നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായിട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ. ഞങ്ങൾ താഴെ ഇടണം. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ പറയൂ. ലൈക്ക് വാട്ട് യു റിയലി വാണ്ടഡ്. അല്ല, അതേപോലത്തെ ഞാൻ അഭിമുഖത്തിൽ കണ്ടപ്പോൾ മാർക്ക് പോലെ ഓവർ വയലൻസ് ഉള്ള ചിത്രങ്ങൾ കാണാനായിട്ട് പേടിയുണ്ടല്ലോ താല്പര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ചിത്രം ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനത്തെ സീനുകൾ ഉണ്ടാവുമോ, വയലൻസ് ഉള്ള ഇതുണ്ടാവും മൈൻഡിൽ കൂടിയായിരുന്നു? ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഉള്ളിൽ ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടിയുണ്ട്. പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം, അത് എൻജോയ് ചെയ്യണം. ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അതേപോലെ ഈ സിനിമ ചെയ്യുമ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പൊ ആരും അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും മാറിപ്പോകുന്ന അവസരങ്ങളൊന്നും ഉണ്ടായില്ല. ഫൺ ഷൂട്ട്. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ എനിക്ക് അതൊരു അടിപൊളി ഷൂട്ടായിരുന്നു. തലവൻ, കിഷ്കിന്താകാന്ഡം പോലുള്ള സിനിമകളുടെ എഡിറ്ററാണല്ലോ. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് ടോർച്ചിൽ ക്യാമറ, ഗോപ്രോ ആയിട്ട് ക്യാമറ, വേറെ അവിടെ ഇവിടെ കൂടെ 10-16 ക്യാമറ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയൊരു സംഭവത്തെ എഡിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്തായിരുന്നു?
ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഷൂട്ട് തുടങ്ങി കണ്ടന്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശ്രീവിജയത്തിൽ എന്തിനാണ് എന്നെ കണക്ട് ചെയ്തത്. അതായത് ഞങ്ങൾ കഴിഞ്ഞൊരു 5-6 വർഷം വനിതാ ഫിലിം അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനിതാ ഫിലിം അവാർഡ് ഏകദേശം ഇതുപോലെയാണ്, ഏകദേശം 10-15 ക്യാമറ ഉണ്ടാവും അറ്റ് എ ടൈം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ശ്രീവിജയത്തിൽ പരിചയപ്പെട്ടത്. എൻ്റെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സജീദ് എഡിറ്ററാണ്. സജീദ് എഡിറ്റിങ്ങിലെല്ലാം എഡിറ്ററായിരുന്നു. അപ്പോൾ എഡിറ്ററിന് കൂടെ എങ്ങനെ വർക്ക് ചെയ്യുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഒരു എഡിറ്ററെ കൂടെ എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും സുഖം. കാരണം നമ്മളെന്താ ചെയ്യാൻ പോകണമെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ആദ്യമേ തന്നെ പ്ലാനുകളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചധികം കാലം കുറേ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ പലവരും സംഭവിച്ചു. പിന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള ഒരു ബോണ്ടിങ്? ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഇപ്പോൾ ഓക്കെ 10 ഡേയ്സോളം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ് പലതരം ഇപ്പോൾ തിയേറ്റർ പ്രാക്ടീസ് ആക്ടിങ് ചെയ്യാം. അപ്പോൾ ഇവരാണ് വർക്ക്ഷോപ്പ് എടുത്തത്. സോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞങ്ങളെപ്പോഴും മറ്റേ ഒരു വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോകും, ഒരു വണ്ടിയിൽ തിരിച്ചു കൊണ്ടുവരും അല്ലേ. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ സെപ്പറേറ്റ് വണ്ടികളൊന്നും കയറ്റരുത്. 6 പേര് എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടാവും. ആൻഡ് അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ തന്നെ പല പല സീക്വൻസുകൾ ചെയ്യുമ്പോഴും വി ഗെറ്റ് ടു ലൈക്ക് പല പല ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇത് വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഐ തിങ്ക് ഒരു ട്രഷർ ഹണ്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. ഞങ്ങളതുപോലെ 3 പേര് ഡിവൈഡ് ചെയ്തു ട്രഷർ ഹണ്ട് ആയിട്ടൊക്കെ ചെയ്തു. എൻ്റെ ടീച്ചറായിരുന്നു. എൻ്റെ ടീമിൽ ആരെങ്കിലും ഓർമ്മയില്ല. എൻ്റെ ടീം ടീച്ചർ. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോണ്ടായി. പിന്നെ എല്ലാവരും ആക്ച്വലി ഒറ്റ എയിമോടെയാണ് ഈ പടത്തിൽ നിൽക്കുന്നത്. നല്ലൊരു വർക്ക് പുറത്തേക്ക് കൊടുക്കുക, നല്ലൊരു ഔട്ട് കൊടുക്കുക എന്നുള്ള ഒരു എയിമാണ് ഈ 6 പേർക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞാൻ ഒന്നിച്ച് വർക്ക് ഈ 6 പേർക്കും ഒരു എയിമാണ്. ആൻഡ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഓക്കെ ഒരു ആക്ടർക്ക് ചിലപ്പോൾ ഈ ഏരിയയിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പരസ്പരം വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു വെച്ച് വർക്ക് ചെയ്യാൻ. ശ്രുതി, ഈ ടൈപ്പ് മൂവി ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഈ ഹൊറർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഹൊറർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയാനുള്ള ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആരോ എന്തോ ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ട് പേടിക്കുകയോ അങ്ങനെയൊക്കെ തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നു? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഫീൽ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. റൂമിലേക്ക് പോയിട്ട് പിന്നെ തന്നെ ഉറങ്ങണം. പക്ഷെ ലക്കിലി രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഡേ സമയത്ത് സൂര്യന് ഉദിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര പേടിണ്ടായില്ല. പക്ഷെ ശരിക്കും ഡേ സമയത്ത് കാരണം അവിടെയും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ കുറച്ച് സെക്യൂർഡ് ആണ്. അടുത്ത ആരോഗ്യ ബീച്ചിലൊക്കെയാണ്. അപ്പോ ഒരിക്കൽ റൂമിൽ വന്നാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്ത് കാരണം വെച്ചാൽ. അപ്പൊ എനിക്ക് ഫസ്റ്റ് പേടിണ്ടായി. പക്ഷെ ഷൂട്ടിൽ വി ഓൾ വർ ഹാവിങ് ലൈക്ക് എ വെരി ഗുഡ് ടൈം. ആൻഡ് ആ ഒരു റിലാക്സേഷൻ ആയ കാരണമാണ് നമ്മൾ ഇമോഷൻസും സിറ്റുവേഷനും പടത്തിലെ ഷൂട്ടിന്റെ സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആയതാണ് നമ്മുടെ ഇമോഷൻസ് കൂട്ടി. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അഭിനയിക്കണ്ടേ. പക്ഷെ ആ സിറ്റുവേഷൻ വന്നില്ല. വി വർ ഓൾ വെരി കംഫർട്ടബിൾ വിത്ത് ഈച്ച് അതർ. വി വർ വെരി റിലാക്സ്ഡ്. We have a very good director, വളരെ easy going director ആണ്. എനിക്ക് കുറച്ചൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടല്ലേ. So he made everybody പ്രത്യേകിച്ചുള്ള but we had a great time. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് അബൌട്ട് ഒക്ടോബർ നവംബർ സമയം. കുട്ടിക്കാലത്ത് ഫോഗ് ഉണ്ടായി. പിന്നെ ഒരു അകലെ ചെറിയൊരു മഴയുടെ മുകളിൽ ഒരു കണ്ണീർ നിൽക്കുന്ന വീട്. അപ്പൊ എല്ലാവരും ടേക്ക് ചെയ്യുന്ന സമയത്ത് സൈലൻസ് ആവുമ്പോൾ നമുക്ക് തോന്നിക്കും പുറത്തുനിന്ന് ആരോ എന്തോ ശബ്ദം വരുന്നുണ്ട്. അതായത് നമ്മുടെ മൈൻഡ് പ്ലേയിങ് ഗെയിംസ് ഓൺ us. അതുകൂടാതെ we did not have any scary experience അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ I was scared. അതാണ് ഒരു
ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് കാര്യം. കാരണം ഇതിനകത്ത് കുറെ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് അധികം ആളുകൾ പറയുന്നത് ഇതിന്റെ എൻഡിങ് മനസ്സിലായില്ല, അല്ലെങ്കിൽ എൻഡിങ് വളരെ ആംബിഗ്വസ് ആണ്, ഓപ്പൺ എൻഡഡ് ആണെങ്കിലും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻഡിങ് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ എൻഡിങ് മനസ്സിലാവുകയാണെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഫസ്റ്റ് ഫ്രെയിം ഓർത്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻഡിങ് പിടികിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനി അത് മനസ്സിലാകാത്ത ആളുകൾ റിവ്യൂ, പക്ഷെ റിവ്യൂല് അത് ഒരു പോരായ്മയായിട്ട് പറയുന്ന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ സിനിമ ഒന്ന് പോയി കാണാൻ. ഇത് ജസ്റ്റ് ഒരു ജംപ് സ്കാർസിന് വേണ്ടിയിട്ടോ എന്നെ പേടിപ്പിച്ചില്ല എന്നൊക്കെ കുറെ റിവ്യൂസ് കണ്ടു. ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമ അല്ല, ഇത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന ഒരു സിനിമയാണ്. ഇതൊരു എന്താ പറയണ്ടേ, ഒരു യൂഷ്വൽ കമേഴ്ഷ്യൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയല്ല, കുറച്ച് ശ്രദ്ധിച്ച് കാണുന്ന സിനിമയാണ്. കുറെ ഈസ്റ്റർ എഗ്സ് ഉണ്ട്, കുറെ ഇന്നർ ലെയേഴ്സ് ഉണ്ട്, എൻഡിങ്ങിനും ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമയെ കാണുക എന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ്. താങ്ക് യു. പണ്ട് നമ്മള് റിയാലിറ്റി ഷോയില് ചേച്ചിയൊക്കെ ചെയ്ത് ആങ്കർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആങ്കർമാർ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീകളെ പോലെ സാരി ഉടുത്ത് മാന്യമായി മലയാളം മാത്രം സംസാരിച്ച് വരുന്ന ആങ്കർമാരെ കാണുന്ന ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് ചേച്ചിയും രഞ്ജിനി ഹരിദാസും അല്ലെ അതുപോലുള്ള ആൾക്കാരൊക്കെ സ്ട്രഗിൾ ചെയ്ത്, അതായത് അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ കേട്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാമിൽ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ചെയ്തു വരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ആങ്കർമാരെ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു സ്ട്രഗിൾ അതിനെ ഇപ്പോ എങ്ങനെ അതിനെ നോക്കി കാണുന്നുണ്ട്? ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. കാരണം ഞാനിവിടെ വന്നത് എന്റെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തത് ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഐ കെയിം ആസ് ശ്രുതി മേനൻ. ഞാനിവിടെ വന്നിട്ട് മറ്റൊരാളായിട്ട് മാറാനല്ല. ദാറ്റ് വാസ് നോട്ട് ദി എയിം. സോ ഞാനിത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവായ ബാക്ക്ലാഷ് എനിക്ക് കിട്ടുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൻഡ് പ്ലസ് ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കാരണം നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര അറിഞ്ഞില്ല. ആൻഡ് ഐ തിങ്ക് ഇൻ എ വേ ദാറ്റ് വാസ് വെരി ഗുഡ്. കാരണം അത് മനസ്സിൽ തട്ടിയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് റൂം എല്ലാം പോകും. പക്ഷെ നേരെ കുറച്ച് ഇവിടെ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പ്രയാസിച്ചിട്ടുണ്ട് ആൾക്കാർ, കുറെ നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഷൂട്ടിന് കണ്ടിട്ട് കൂടിയിട്ട് അങ്ങനത്തെ പിന്നെ ലാംഗ്വേജിൽ അത്ര ബലമുണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ പക്ഷേ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ബിൽഡ്സ് യുവർ ക്യാരക്ടർ. അതായത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ ചെറുപ്പമായിരുന്നു. ദിസ് ഇസ് വെരി നോർമൽ ഡിഫിക്കൽട്ടി. അത്ര എല്ലാവരും ലൈഫ് അത്രയും ഈസി ആയ ലൈഫ് കിട്ടിയാൽ ഇറ്റ്സ് ബോറിംഗ്. കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ, കുറച്ച് സ്ട്രഗിൾ എല്ലാവർക്കും വേണം. ആൻഡ് സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് നൗ സി ആം ഇൻ സച്ച് എ കംഫർട്ടബിൾ പ്ലേസ്. ഇതുപോലെ തന്നെ മീഡിയനെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, മലയാളം അറിയില്ല, പിന്നെ ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും ഇവിടെ എന്താണ് സ്റ്റൂളിന്റെ മേലെ, എനിക്ക് ഹൈ ഹീൽസ് ഇഷ്ടമാണ്, ഐ ലൈക്ക് ഹൈ ഹീൽസ്. സ്റ്റൂളിന്റെ മേലെ നിന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു അവതാരകയായിട്ട് ഞാൻ വന്നു. സോ വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ. അത് അവരുടെ ബുദ്ധി കുറവാണ്. So it was like that. But I thought it was very foolish. So today I'm in a much better place. And അതേ media എന്നോട് എന്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് ചോദിക്കുന്നു, പെൺകുട്ടികളാണ് ചോദിക്കുന്നത്, ഇഷ്യൂസ് എവിടെയാണ്, ഇറ്റ്സ് നൈസ്. അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇപ്പോൾ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർ ഇത് പോസ്റ്റ് ഇടുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യുന്ന രീതികളുണ്ട്. ഹാരാസ് ചെയ്യുന്ന പോലെ ഒരു പരിധി കഴിയുമ്പോൾ പ്രൈവസിയിലേക്ക് ഇത് കടന്നു പോലെ ഒരു ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കാൻ അനുഭവം ഉണ്ടായിരുന്നോ? ഓഫ്കോഴ്സ് ഞാൻ കുറെ സോഷ്യൽ മീഡിയയിൽ ട്രോൾസ് വന്നിട്ട് അത് പറയും. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ എന്നെ ഫോളോ ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇപ്പോൾ ട്രോൾ വന്നാൽ ഞാൻ നേരെ തിരിച്ചു കൊടുക്കും. ആൻഡ് I think about 2 years ago ഞാൻ ശരിക്കും കൊടുക്കുമായിരുന്നു. Because they used to talk smack about my mother, my body, എൻ്റെ ബോഡിയെ കുറിച്ച് വൃത്തികേട് പറയാം, എൻ്റെ അമ്മയെ കുറിച്ച് വൃത്തികേട് പറയാം, എൻ്റെ ഫാമിലിയെ കുറിച്ച് വൃത്തികേട്. അപ്പം ഞാനും അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് അവിടെയും അമ്മയെ വിളിച്ച് ആ ചേച്ചിയെ വിളിച്ച് അച്ഛനെ വിളിച്ച് നിന്റെ അമ്മയുടെ അതല്ല ശരിയല്ല ഞാൻ പറയുന്നത്. No, I used to say what your mother has is exactly what every other woman has. You comment on my body, I'm a woman. If your mother has the same thing and hasn't she taught you any manners?
അതുപോലെ തുടങ്ങിയപ്പോൾ ശരിക്കും ട്രോളിങ് ഹാസ് ലൈക്ക് വാനിഷ്ഡ്. ആരൊന്നും പറയില്ല. ഇപ്പൊ ഞാനും എനിക്ക് അത്ര ദേഷ്യമൊന്നും വരാറില്ല. കുറച്ച് മെച്ചോറിറ്റിക്ക് വന്നപ്പോൾ പലപ്പോഴും ഈ സിനിമയായി കാണാതെ പലപ്പോഴും സിനിമയായി കാണാതെ ഈ OTT റിലീസായതിനു ശേഷം അതിന്റെ പോർഷൻസ് എടുത്തിട്ട് കണ്ടന്റിന് വേണ്ടി മാത്രം ട്രോൾ ചെയ്യുന്ന കുറെ പ്രണത മലയാളത്തിന് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ബിരിയാണിയുടെ അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് പോർഷൻസ് ഇതിലും വന്നിട്ടുണ്ട്. പക്ഷെ അത് സിനിമയുടെ കണ്ടന്റ് ആണ്, പോർഷൻ സിനിമക്ക് ആവശ്യമുള്ളതാണെന്ന് രീതിയിൽ ചിന്തിക്കാതെ പക്ഷെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി അങ്ങനെ വരുന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു പേടിയോ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് ചെയ്യുന്നത് ടെക്നോളജി. The biggest scariest part of today's world is having an internet connection in a fool's hand. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കണം. But just to tell everybody that people will continue. I stopped bothering. അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. Thank you, Namaskar. This is my first Malayalam movie, and of course, the experience is very good. I would like to thank my director and my producers and the whole team of Varakan, and we become family now, and it is a really great experience, that today I'm having here and being a part of this great movie. Thank you. Gargi. ഇതിലൊരു റിയാലിറ്റി ഷോ പോലൊരു പ്രോഗ്രാമിംഗ് ആണ് ഫിലിമിന്റെ അകത്ത് ചെയ്തെടുത്തേക്കുന്നത്. അതും 6 പേർക്കും പ്രത്യേകിച്ച് ഒരു കമാൻഡും ഇല്ലാതെ, കമാൻഡ് പറയാതെ നിങ്ങളെ തന്നെ നിങ്ങളായിട്ട് ഇട്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂ നിങ്ങളെ മോൾഡ് ചെയ്തെടുത്തത് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് സ്വന്തമായി തന്നെ ചെയ്യുക എന്നൊരു സംഭവത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? കഥയുണ്ടല്ലോ, അത് നേരത്തെ പറയുന്നുണ്ട്. കട്ടുകൾ ഇടക്കിടക്ക് ഇല്ലാന്നേ ഉള്ളൂ. ആൻഡ് ഇപ്പോ ഞങ്ങളായി തന്നെ എന്ന് പറയാൻ പറ്റില്ല. ഈ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എന്ത് തരത്തിലാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ഈ കമാൻഡ് ഇല്ല എന്ന് പറയുന്നത് ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഓക്കെ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈൻസ്. ആക്ച്വലി ചോദിക്കുന്നുണ്ട്. അങ്ങനെ മറ്റേ ഭക്ഷണം അഴിച്ചിട്ട പോലത്തെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പം എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് എക്സാക്ട് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ക്യാമറ എവിടെ ഉണ്ടെന്നൊന്നും അറിയില്ല. നമ്മളെവിടെ പോയാലും അത് റെക്കോർഡിലായിരിക്കും എന്ന് നമുക്കറിയാം. ബിക്കോസ് ഐ തിങ്ക് ഒരു 17 ക്യാമറകളാണ് ബംഗ്ലോറിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പുറത്തും ക്യാമറ ഉണ്ട്. അപ്പം നമ്മൾ എവിടെ എന്ത് പോയാലും എല്ലായിടത്തും ക്യാമറ ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നാലും ഈ റൂമിലായിരിക്കും, ഇവിടെ എവിടെയായിരിക്കും, ഇവിടെ നിന്നായിരിക്കും. ഗാന്ധി, താങ്കളൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പം ശരിക്കും പറയാം സിനിമകളൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മീഡിയ OTT അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിയേറ്റർ അല്ലെങ്കിൽ നാടകങ്ങൾക്ക് അതിനുള്ള പ്രാധാന്യങ്ങൾ എപ്പോഴും കിട്ടാറില്ല, ശ്രദ്ധിക്കപ്പെടാറില്ല. വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? ലാസ്റ്റ് കണ്ടിട്ട് 1 മാസത്തിലേറെ ഞാനിവിടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ബീച്ചിലുള്ള നാടകം വിളിച്ചെന്ന് പറഞ്ഞാണ്. ഏകദേശം ഒരു സ്കൂളിലേക്ക് 8 കണ്ടിട്ടുണ്ടോ? 8 കണ്ടിട്ടുണ്ടോ? അതുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കൾച്ചറിൽ നാടകം ഉണ്ടായി വരുന്നത് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്കൊരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നാടകം നമ്മുടെ കൾച്ചറിൽ ഉണ്ടായി വരുന്നത്. അതൊരു ആർട്ട് ഫോമിനേക്കാൾ ഉപരി ഒരു പ്രതിഷേധമാണ്.
അത് പിന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അതിനെ വീണ്ടും വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ പല പല രാജ്യത്തു നിന്നുള്ള ഇൻഫ്ലുവൻസുകളും ഉണ്ടാകുന്നു, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇറ്റ് ചേഞ്ചസ്, തിയേറ്റർ മാറുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു നാടകം ടിക്കറ്റ് എടുത്ത് കാണുക എന്ന് പറയുന്നൊരു കൾച്ചർ ഇപ്പോഴും നമുക്കങ്ങനെ ഇല്ല. ഇപ്പം നമ്മളൊരു ഷോ ഇവിടെ ചെയ്തു എന്ന് വെച്ചോ, കൊച്ചിയിലൊരു ഷോ ചെയ്തു, ഫസ്റ്റ് ഒരു ഷോ ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ് എടുത്ത് കുറച്ച് പേരൊക്കെ കാണും, സർക്കിളിലുള്ള ആളുകൾ കാണും. ഒരു 2-3 ഷോ ചിലപ്പോൾ പോയി ഇത്ര ആൾക്കാരെ നാടകം ടിക്കറ്റ് എടുത്ത് കാണാൻ ഇവിടെ ഉള്ളൂ. ഒരു 3 ഷോ നമ്മൾ കണ്ടവർ തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കൾച്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഈ ഫണ്ടിങ് തിരിച്ചു കിട്ടാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സിനിമയ്ക്ക് ഇറ്റ്സ് മോർ പോപ്പുലർ. പിന്നെ ഒരു സിനിമ ഒരിക്കൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും കാണിക്കാമെന്നുള്ള ഈസി ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു നാടകത്തിന് ഇപ്പോൾ ഒരു 10 ആക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു സെറ്റ് ഉണ്ട്. ഇത് വേറൊരിടത്ത് കളിക്കണമെങ്കിൽ 10 പേരും വീണ്ടും എത്തും, 10 പേരുടെ സമയം വീണ്ടും ഉണ്ടാക്കണം. ഈ സെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ തവണ നാടകം ചെയ്യുമ്പോഴും ഇതിന്റെ ചെലവ്, അതേ ചെലവ് വീണ്ടും വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാലം ഇത് കളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നാടകം സിനിമയുടെ അത്ര പോപ്പുലർ അല്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ UK പോവുകയാണെങ്കിൽ അവിടെ തിയേറ്ററിന് ഒരു ടിക്കറ്റ് കിട്ടുക എന്ന് ഓൺലി ദ മോസ്റ്റ് റിച്ച് പീപ്പിൾ ക്യാൻ അഫോർഡ് ദ തിയേറ്റർ ടിക്കറ്റ്. അവിടെ ഒരു എലീറ്റ് സ്വഭാവമാണ് തിയേറ്ററിനുള്ളത്. അതായത് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അവിടെ ആ കൾച്ചറിൽ തിയേറ്റർ. സിനിമ ആർക്ക് വേണോ കാണാൻ പറ്റും, പക്ഷെ നാടകം കാണണമെങ്കിൽ നാടകത്തിലുള്ള ആക്ടേഴ്സിനും നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ വേറൊരു കൾച്ചറിലുണ്ട്. അപ്പോൾ നമ്മുടെ കൾച്ചറിൽ ഞാൻ പറഞ്ഞ് പ്രൊട്ടസ്റ്റായി തുടങ്ങിയത് കൊണ്ട് നമ്മളിപ്പോഴും അങ്ങോട്ട് അതിനൊരു ആർട്ട് ഫോമായിട്ട് കണ്ടു വന്നിട്ടില്ല എന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നാടകങ്ങൾ ചെയ്യണമെങ്കിൽ എപ്പോഴും പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു ലാസ്റ്റ് കലേഷ് നേരത്തെ സംസാരിച്ചത്, കലേഷ് പറഞ്ഞു, രാജീവ് പറഞ്ഞു, ഏറ്റവും ഇന്റർകണക്റ്റഡ്. അതോടെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അതായത് കലേഷ് പറഞ്ഞതുപോലെ ഇത് ഹൊറർ സിനിമയല്ല, ഏത് നല്ല ഹൊറർ സിനിമയായിട്ട് പറയാം. ഹൊറർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എക്സ്പെക്ടേഷൻ ആയിട്ട് അപ്സ്റ്റേഡ് ബ്രൂട്ടാലിറ്റി, ഇതിനകത്ത് അതൊന്നുമില്ല. ഇതിനകത്ത് ബ്രൂട്ടാലിറ്റി ഇതിന്റെ ഹൊറർ എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ സോഷ്യൽ ഒരു ക്ലോസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ജാപ്പനീസ് ഹൊറർ വളരെ എക്സൈറ്റിംഗ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് ചാട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഹിരോഷിമ, സച്ചിനുള്ള കോമിക്സ്, ആ സംഭവങ്ങളൊക്കെ നടന്ന നമ്മുടെ സൈറ്റിനുള്ളിൽ അങ്ങനെ ഒരു സ്റ്റാർ കിടക്കും. കൊറിയൻ ഹൊറർ ഫിലിംസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആവുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് സ്കൂൾസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ വടക്കിലും അതുപോലെ ഒരു അണ്ടർലൈൻ സോഷ്യൽ കാര്യങ്ങളുണ്ട്. അത് കേരളത്തോട് ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് കലേഷ് പറഞ്ഞത് ഫസ്റ്റ് റൈറ്റ് അത് വളരെ ഫേമസ് പെയിന്റിംഗ് ആണ് സിൽവർ സിറ്റി ആൻഡ് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജോണി പ്രവീണിന്റെ ഒരു വളരെ വന്ന ഷാരത് ക്രോസിംഗ് വളരെ ഫേമസ്. അപ്പൊ അതിനകത്ത് ഒരു ആള് ഒരു റിവർ ക്രോസ് ചെയ്യുന്നു, ഒരു സോളിൽ നിന്ന് റിവർ ക്രോസ് ചെയ്യുന്നു, അപ്പുറത്ത് നരകം ഇപ്പുറത്ത് സ്വർഗം. അതാണ് പെയിന്റിംഗ്. ഫുൾ സിനിമ എന്താണ് അവർക്ക് പെയിന്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ട്രേറ്റ്, അതിന്റെ കൺക്ലൂഷൻ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവാണ് ഫുൾ സർക്കിൾ പോകുന്നതിനാണ്. അല്ലാതെ ഇത് ജംസ്കെയറോ ഇതൊന്നുമല്ല. ഇത് സൂപ്പർനാച്ചുറൽ ഫിലിം. അതിനകത്ത് ലവ്, ഒരു കൺട്രിക്റ്റഡ് ലവിന്റെ ഒരു ലെയർ ഉണ്ട് അതിനകത്ത്. നമ്മൾ ഒരു സോഷ്യൽ ഈവലിന്റെ എലമെന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇത് ബുദ്ധികളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബുദ്ധികളോട് ലാസ്റ്റ് കാര്യം പറയാം. ഞാനിപ്പോ പറഞ്ഞത് ആരും എഡിറ്റ് ചെയ്തത് പ്ലീസ് ക്ലിക്ക് പേജിന് വേണ്ടി അത് ചെയ്യരുത്. കാരണം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയണം. ട്രോളിംഗ് വിമൻ ഓൺ ദെയർ ബോഡീസ് ആൻഡ് അബ്യൂസിംഗ് ദെം ഓൺലൈൻ ഇസ് ഹൊറബിൾ. ആൻഡ് നിങ്ങൾ അതേ എടുത്തിട്ട് ഞാൻ ഇൻകംപ്ലീറ്റ് സെന്റൻസ് ഞാൻ തെളിവിച്ചതല്ല, പക്ഷെ അതിനെ വേണ്ടി നിങ്ങൾ എഡിറ്റ് ചെയ്ത് അത് ഇടുന്നത് നിങ്ങളും അതിന്റെ പങ്കാളിയായി മാറും. സോ ഡോണ്ട് ഡു ദാറ്റ്. ജസ്റ്റ് സേ കോണ്ടെക്സ്റ്റ് വേണ്ടി പറയണം. ഓക്കെ ഓക്കെ ഹാവ് യു ഡൺ? ഓക്കെ താങ്ക് യു എല്ലാവരും. ഓക്കെ യെസ്
ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ LED വാർഡിലെ ഒരു ഫ്ലാഗ് ഓഫ് ഉണ്ട്, താഴെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ആർട്ടിസ്റ്റ് വർക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യണം താഴെ. അതിന്റെ കൂടെ തന്നെ ക്യാമറ എല്ലാവരും താഴെ കൂടെ വരണം. അതിന്റെ ഫുഡിലായും പറയുന്നുണ്ട്. പാട്ടാണ് മലയാള MC കൂപ്പർ ആയിട്ടുള്ള ബിഗ്ബാസ് സാറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പെട്ടുപോ